രാഷ്ട്രീയം വീണ്ടും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ നിൽക്കുന്നത് പോലെ പ്രകമ്പനം കൊള്ളുകയാണ്. അമേരിക്കൻ ഭരണകൂടം മുന്നോട്ട് വെച്ച 14 കർശന നിർദ്ദേശങ്ങൾക്കുമേൽ ഇറാൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചാണ് വരും ദിവസങ്ങളിൽ ലോകത്തിന്റെ സമാധാനം നിലനിൽക്കുന്നത്. വാഷിംഗ്ടണിൽ നിന്നും ടെഹ്റാനിലേക്കുള്ള ദൂരം വെറും ഭൂമിശാസ്ത്രപരമായ ഒന്നല്ല, മറിച്ച് രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിന്റെ വേദിയായി ഇത് മാറിയിരിക്കുന്നു. അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട ഈ 14 നിർദ്ദേശങ്ങൾ വെറും ഒരു ഉടമ്പടിയല്ല, മറിച്ച് ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള കടുത്ത വെല്ലുവിളിയായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കുക മുതൽ പ്രാദേശികമായ സൈനിക ഇടപെടലുകൾ അവസാനിപ്പിക്കുന്നത് വരെ നീളുന്നതാണ് ഈ ആവശ്യങ്ങൾ. വൈറ്റ് ഹൌസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഓരോ നിമിഷവും ഇറാന്റെ പ്രതികരണത്തിനായി കാതോർത്തിരിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറപ്പെടുവിച്ച പ്രസ്താവന മേഖലയിലെ ചൂട് വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. ശത്രുവിന്റെ ഏത് തരത്തിലുള്ള നീക്കത്തെയും നേരിടാൻ തങ്ങൾ സുസജ്ജമാണെന്ന് IRGC കമാൻഡർമാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. വെറുമൊരു പ്രതിരോധത്തിനപ്പുറം അക്രമകാരികൾക്ക് മറുപടി നൽകാൻ തക്കവിധം മിസൈൽ ശേഖരവും സായുധ സജ്ജീകരണങ്ങളും അവർ ഒരുക്കി കഴിഞ്ഞു. ഈ സൂചനകളാണ് പുറത്തു വരുന്നതും. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഈ സമ്മർദ്ദം ഇറാന്റെ സാമ്പത്തിക മേഖലയെ തകർക്കാനാണെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു. ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കുന്നതിനിടയിൽ ഇത്തരമൊരു അന്ത്യശാസനം നൽകുന്നത് ഇറാനെ കീഴടങ്ങാൻ പ്രേരിപ്പിക്കുമെന്ന് അമേരിക്ക കണക്കുകൂട്ടുന്നു. എന്നാൽ പേർഷ്യൻ കടലിടുക്കിലെ കപ്പൽ ചാലുകളിൽ കാവൽ നിൽക്കുന്ന ഇറാൻ സൈന്യം തങ്ങളുടെ ആത്മവീര്യം ഒട്ടും ചോർന്നിട്ടില്ലെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ വലിയ ആശങ്കയിലാണ്. സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ചെറിയ പിഴവ് പോലും വൻതോതിലുള്ള സൈനിക നീക്കങ്ങളിലേക്ക് നയിച്ചേക്കാം. അത്യാധുനിക ഡ്രോണുകളും ഹൈപ്പർസോണിക് മിസൈലുകളും സജ്ജമാക്കി വെച്ചിരിക്കുന്ന ഇറാൻ തങ്ങളുടെ അതിർത്തി ലംഘിക്കുന്ന ഏത് ശക്തിയെയും തകർക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാൻ ജനതയ്ക്കിടയിലും ഈ സാഹചര്യം വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. രാജ്യത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത് എന്ന വികാരമാണ് ഭൂരിഭാഗം ജനങ്ങൾക്കുമുള്ളത്. അമേരിക്കൻ നിർദ്ദേശങ്ങളെ ഒരു അടിമത്ത പത്രമായി അവർ കാണുന്നു. തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നിന്ന് പുറത്തു നിന്നുള്ള ഇടപെടൽ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാന്റെ ആത്മീയ നേതൃത്വവും. അതേസമയം പെന്റഗണിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നയതന്ത്രം പരാജയപ്പെട്ടാൽ സൈനിക നടപടി എന്ന സാധ്യത അവർ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. അത്യാധുനിക ബോംബറുകളും വിമാനവാഹിനികളും മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ട് അമേരിക്ക തങ്ങളുടെ സൈനിക കരുത്ത് പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതൊരു അധികാര വടംവലിയാണോ അതോ വരാനിരിക്കുന്ന മഹായുദ്ധത്തിന്റെ തുടക്കമാണോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു. അറബ് രാഷ്ട്രങ്ങളും ഈ വിഷയത്തിൽ ജാഗ്രതയിലാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ മേഖലയിലെ എണ്ണ വിതരണത്തെയും സാമ്പത്തിക ഭദ്രതയെയും ഗുരുതരമായി ബാധിക്കുമെന്ന് അവർക്കറിയാം. ഗൾഫ് മേഖലയിലെ സമാധാനം ഒരു നൂൽപാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഓരോ മിനിറ്റിലും വരുന്ന വാർത്തകൾ ജനങ്ങളിൽ ആകാംക്ഷയും ഭീതിയും നിറയ്ക്കുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി വെറുമൊരു വാക്കിൽ ഒതുങ്ങില്ലെന്ന് ഉറപ്പാണ്. അത് അവരുടെ സൈനിക വിന്യാസത്തിലും നയതന്ത്ര നീക്കങ്ങളിലും പ്രതിഫലിക്കും. തങ്ങളുടെ സഖ്യകക്ഷികളായ ഹിസ്ബുള്ളയെയും മറ്റു പ്രാദേശിക ഗ്രൂപ്പുകളെയും ഇറാൻ ഏകോപിപ്പിക്കുന്നുണ്ട്. ഏത് വെല്ലുവിളിയെയും നേരിടാൻ തയ്യാറാണെന്ന് ഇറാൻ ആവർത്തിക്കുമ്പോൾ അത് വെറുമൊരു വീരവാദം മാത്രമല്ലെന്ന് അമേരിക്കയ്ക്കും അറിയാം. നയതന്ത്രജ്ഞർ ഇതിനെ ചെസ് കളിയോടാണ് ഉപമിക്കുന്നത്. ഓരോ നീക്കവും അതീവ ജാഗ്രതയോടെ വേണം നടത്താൻ. ഒരു തെറ്റായ നീക്കം രാജ്യാന്തര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇറാൻ ഉന്നയിക്കുന്ന നിബന്ധനകൾ എന്തൊക്കെയാകുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ലോകം. ഇറാന്റെ സൈനിക ശക്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യയാണ്. ശത്രുതാപരമായ നീക്കമുണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ പ്രത്യാക്രമണം നടത്താൻ തങ്ങൾക്കാകുമെന്ന് അവർ അവകാശപ്പെടുന്നു. ഭൂഗർഭ മിസൈൽ താവളങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് തങ്ങളുടെ പ്രഹരശേഷി അവർ അമേരിക്കയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അമേരിക്കയുടെ 14 നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനം ഇറാന്റെ പ്രാദേശിക സ്വാധീനം കുറയ്ക്കുക എന്നതാണ്. സിറിയ, യമൻ, ഇറാഖ് എന്നിവിടങ്ങളിൽ ഇറാൻ നടത്തുന്ന ഇടപെടലുകൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഇറാൻ ഇതുവരെ ചെവിക്കൊണ്ടിട്ടില്ല. തങ്ങളുടെ പ്രതിരോധ കവചം തകർക്കാനുള്ള തന്ത്രമായാണ് ഇറാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു നിർദ്ദേശം അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്കേറ്റം ഇപ്പോൾ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. നയതന്ത്രത്തിന്റെ വാതിലുകൾ പാതി അടഞ്ഞു കഴിഞ്ഞു.
ഇനി ശേഷിക്കുന്നത് പ്രതികരണങ്ങളുടെയും പ്രതിരോധങ്ങളുടെയും നാളുകളാണ്. മധ്യപൂർവേഷ്യൻ മണലാരണ്യത്തിൽ വീണ്ടും വെടിയൊച്ചകൾ ഉയരുമോ എന്ന ഭയം ലോകമെങ്ങും വ്യാപിക്കുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഈ സംഘർഷത്തിന്റെ പ്രതിഫലനമാണ്. യുദ്ധമുണ്ടായാൽ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്ന ഇറാന്റെ ഭീഷണി ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചുലയ്ക്കാൻ പോകുന്നതാണ്. ഇതിനെ നേരിടാൻ അമേരിക്കൻ സഖ്യകക്ഷികൾ എന്ത് തന്ത്രമാണ് സ്വീകരിക്കുക എന്നത് കണ്ടറിയണം. ഇറാന്റെ മിസൈൽ യൂണിറ്റുകൾ ഉയർന്ന ജാഗ്രതയിലാണ്. ഏത് നിമിഷവും കമാൻഡ് ലഭിച്ചാൽ പ്രവർത്തിക്കാൻ തക്കവിധം അവർ സജ്ജരായി കഴിഞ്ഞു. ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ അതിൽ നിന്ന് പിന്നോട്ടു പോകില്ല എന്ന IRGC കമാൻഡറുടെ വാക്കുകൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. ഇത് വെറും ഒരു താക്കീതല്ല, മറിച്ച് ഒരു ജനതയുടെ പോരാട്ട വീര്യമാണ്. അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇപ്പോൾ കടുത്ത സുരക്ഷാ വലയത്തിലാണ്. ഇറാന്റെ ആക്രമണ സാധ്യത കണക്കിലെടുത്ത് മേഖലയിലെ വിന്യാസത്തിൽ അവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഓരോ റഡാർ സിഗ്നലുകളും അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. എവിടെ നിന്നാണ് ആദ്യത്തെ സ്ഫോടനം ഉണ്ടാവുക എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. മാധ്യമങ്ങൾ ഈ സംഭവത്തെ ആധുനിക കാലത്തെ ഏറ്റവും വലിയ നയതന്ത്ര പ്രതിസന്ധി എന്നാണ് വിളിക്കുന്നത്. ലോകശക്തികൾ രണ്ട് ചേരികളിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. റഷ്യയും ചൈനയും ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ നിർണായകമാകും. ഇറാന് പിന്തുണയുമായി ഇവർ രംഗത്തെത്തിയാൽ അമേരിക്കയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. പ്രത്യാശയുടെ ഒരു കതിരൊളി എവിടെയെങ്കിലും ബാക്കിയുണ്ടോ എന്ന് സമാധാന പ്രേമികൾ അന്വേഷിക്കുകയാണ്. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ആര് മുൻകൈയെടുക്കുമെന്നത് പ്രസക്തമാണ്. എന്നാൽ സമയം അതിവേഗം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ സെക്കൻഡും സംഘർഷത്തിന്റെ ആക്കം കൂട്ടുകയാണ്. നിശബ്ദതയ്ക്ക് പിന്നിൽ വലിയൊരു കൊടുങ്കാറ്റ് ഒളിഞ്ഞിരിപ്പുണ്ട്. ഇറാന്റെ മറുപടി വൈകും തോറും ആകാംക്ഷയുടെ മുന കൂർത്തുവരുന്നു. അതൊരു പക്ഷേ സൈനിക നീക്കമാകാം, അല്ലെങ്കിൽ ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു നയതന്ത്ര പ്രഖ്യാപനമാകാം. എന്തുതന്നെയായാലും ചരിത്രത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന ഒരു തീരുമാനത്തിനാണ് ലോകം കാത്തിരിക്കുന്നത്. അവസാനം പുകയുന്ന ഈ കനലുകൾക്കിടയിൽ സാധാരണ ജനങ്ങൾ ഭീതിയോടെ ആകാശത്തേക്ക് നോക്കുന്നു. തങ്ങളുടെ മണ്ണിൽ ഇനി ബോംബുകൾ വീഴരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ ഭരണാധികാരികളുടെയും സൈനിക മേധാവികളുടെയും തീരുമാനങ്ങൾ അവരുടെ വിധിയെ നിർണയിക്കും. 14 നിർദ്ദേശങ്ങളും അതിനുള്ള മറുപടിയും. ഇത് വെറും ഒരു കടലാസ് യുദ്ധമല്ല, മറിച്ച് ഭൂമിയിലെ ഏറ്റവും അസ്ഥിരമായ ഒരു മേഖലയുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. ലോകം ശ്വാസമടക്കി പിടിച്ചു കാത്തിരിക്കുകയാണ് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ.